അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഇത്റതിഹി തബിഅഹു ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് അത് അസ്സലാത്തു നിസ്കാരമാണ്. അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയ, ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് അത് അസ്സലാത്തു നിസ്കാരമാണ്. ബുദ്ധിയും പ്രായപൂർത്തിയും ശുദ്ധിയുമുള്ള എല്ലാ ഓരോ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ്. ഈ പവിത്രമായ നിസ്കാരം അല്ലാഹുവിലേക്ക് നാം ചെയ്യുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ്. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വലു മഫ്തറല്ലാഹു അലാ ഉമ്മത്തി അസ്സലവാത്തുൽ ഖംസ്. എൻ്റെ ഉമ്മത്തികളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ഫറദാക്കിയത് 5 വക്ത് നിസ്കാരമാണ്. വ അവ്വലു മാ യുർഫഉ മിൻ അഅ്മാലിഹിം അസ്സലവാത്തുൽ ഖംസ്. അവരുടെ അമലുകളിൽ നിന്ന് അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതും 5 വക്ത് നിസ്കാരമാണ്. വ അവ്വലു മാ യുസ്അലൂന മിൻ അഅ്മാലിഹിം അസ്സലവാത്തുൽ ഖംസ്. നാളെ മഹ്ശറയിൽ ഇബാദത്തുകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആദ്യമായി ഇബാദത്തുകളുടെ കൂട്ടത്തിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെടുന്നതും 5 വക്ത് നിസ്കാരമാണ്. ആദ്യമായി ഫറദാക്കപ്പെട്ടത് 5 വക്ത് നിസ്കാരം. നുബുവത്തിന്റെ 10 വർഷവും 3 മാസവും കഴിഞ്ഞതിന്റെ ശേഷമാണ് പരിശുദ്ധമായിരിക്കുന്ന നിസ്കാരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ ഫറദാക്കിയത്. എല്ലാ ഇബാദത്തും മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹിയുമായി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതിക്കൊടുത്തിട്ട് അങ്ങനെയാണ് നിയമമാക്കപ്പെട്ടതെങ്കിൽ പരിശുദ്ധമായിരിക്കുന്ന നിസ്കാരം അങ്ങനെയല്ല. ഇസ്രാ മിറാജിന്റെ രാത്രി, റജബ് 27 രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആ സ്ഥലത്തേക്ക്, അല്ലാഹുവിന്റെ സാമീപ്യത്തിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി. അവിടെ നിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സംഭാഷണവും മറ്റുമൊക്കെ ചെയ്ത് തിരിച്ചു പോരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതാണ് നിസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം കൊണ്ട്, ഒരു മുസ്ലിമിന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ്. അതുകൊണ്ടാണ് അത് നമ്മുടെ ഐഡന്റിറ്റിയായി മാറിയത്. നിസ്കാരം നമുക്കില്ലേ, അതിന്റെ നിർബന്ധത്തെ നമ്മൾ നിഷേധിച്ചോ, എന്നാൽ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, നമ്മൾ മുസ്ലിം അല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഓരോ ദിവസവും 5 വക്ത് നിസ്കാരം നിർബന്ധമാണ്. നാം ഒക്കെ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, നരകത്തെ കുറിച്ച് പേടിക്കുന്നവരാണ്. എന്നാൽ പ്രവാചകന്റെ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, മിഫ്താഹുൽ ജന്നത്തി അസ്സലാ വ മിഫ്താഹു സ്വലാത്തി അൽ വുദൂ. സ്വർഗത്തിന്റെ ചാവി, സ്വർഗത്തിന്റെ കീ അസ്സലാത്തു നിസ്കാരമാ. സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിന്റെ ചാവി നിസ്കാരമാണ്. വ മിഫ്താഹു സ്വലാത്തി അൽ വുദൂ. നിസ്കാരത്തിലേക്കുള്ള ചാവി വുദൂ ആണ്. നമ്മൾ അംഗശുദ്ധി വരുത്തിയിട്ട് പരിപൂർണമായ വുദൂ എടുത്തിട്ടാണ് നമ്മൾ നിസ്കരിക്കാൻ പ്രവേശിക്കുക. എന്നാൽ ആ നിസ്കാരം യഥാർത്ഥ നിസ്കാരമായാൽ ആ നിസ്കാരം കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാ. അപ്പോ ഈ നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുമായിട്ടുള്ള മുനാജാത്ത, സംഭാഷണമാണ് നിസ്കാരം എന്ന് പറയുന്നത്. നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നൊരു ബോധം നിസ്കാരത്തിന്റെ ആദ്യം മുതൽ നിസ്കാരത്തിൽ നിന്ന് ഒഴിവാകുന്നത് വരെ നമുക്ക് നിർബന്ധമാണ്. എന്താ നിസ്കാരം എന്ന് പറയുന്നത്? തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന അതിന്റെ ഇടയിലുള്ള ചില പ്രത്യേകമായ വാക്കുകള്, ചില പ്രത്യേകമായ പ്രവൃത്തികള്, അതിനേക്കാണ് നിസ്കാരം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നിന്ന് നമ്മൾ ആദ്യമായി നമുക്ക് ചെയ്യേണ്ടത് എന്താ? നിസ്കാരത്തിന്റെ ഫറദുകളിൽ നിന്ന് ഒന്നാമത്തത് നിയ്യത്താണ്. എന്ന് പറഞ്ഞാൽ എന്താണോ അവൻ നിസ്കരിക്കുന്നത് അത് അവന്റെ മനസ്സിൽ അവൻ കരുതണം. ഏത് ഇബാദത്തുകളും നിയ്യത്തനുസരിച്ചേ പരിഗണിക്കപ്പെടുകയുള്ളൂ. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അമലുകളുടെ സ്വീകാര്യത നിയ്യത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിലക്ക് നമ്മളിപ്പോ ഉദാഹരണമായി ളുഹർ നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നു എന്നൊരു ബോധത്തോടു കൂടെ നമ്മൾ നിന്ന് ഉസല്ലി ഫറള ളുഹരി 4 റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. ഫറളായ ളുഹർ നിസ്കാരം 4 റകഅത്ത് ഖിബ്ലക്ക് മുന്നിട്ട് അദായി
അള്ളാഹുവിനിക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് മനസ്സിൽ കരുതൽ നമുക്ക് നിർബന്ധമാണ്. എന്നാൽ ആ മനസ്സിൽ കരുതിയതോടുകൂടെ ആ മനസ്സിൽ കരുതിയത് നാവ് കൊണ്ട് ശരീരം കേൾക്കുന്ന രൂപത്തിൽ ഉച്ചരിക്കൽ സുന്നത്തുമാണ്. ഇങ്ങനെ നമ്മൾ നിയ്യത്ത് വെച്ചുകൊണ്ട് ആ നിസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഖിറാഅത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് സുന്നത്തുള്ളത് ദുആഉൽ ഇഫ്തിതാഹ്, ഒരു പ്രാരംഭ ദുആയാണ്. അതിനൊരുപാട് രൂപങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും വന്നതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായത് നമ്മൾ സാധാരണ നിസ്കാരത്തിൽ ഓതാറുള്ള വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാതി വൽ അർള ഹനീഫം മുസ്ലിമം വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ആ പ്രാർത്ഥനയാ. അതിന്റെ അർത്ഥം നമ്മളങ്ങ് പഠിക്കാൻ തയ്യാറാവുക. നമ്മളൊരു ഇത്തിരി നേരം ചെലവാക്കിയാണ്ട് നമ്മൾ നിസ്കാരത്തിൽ പറയുന്ന ദിക്റുകളുടെയും നിസ്കാരത്തിൽ വരുന്നതായിരിക്കുന്ന ചെറിയ സൂറത്തുകളുടെയും ഒക്കെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ അതനുസരിച്ചുകൊണ്ട് നമുക്ക് 5 വക്തും നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുവാനും നമ്മുടെ ഇബാദത്തുകളെ സ്വഹീഹായി നല്ല രൂപത്തിലാക്കി എടുക്കുവാനും നമുക്ക് കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അപ്പൊ ആ നിയ്യത്ത് വെച്ചുകൊണ്ട് നിയ്യത്ത് വെച്ചതിന്റെ ശേഷം നമ്മൾ അള്ളാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവന് എന്ന ആ ഒരു 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 അർത്ഥം, ആ ഒരു ഗാംഭീര്യമുള്ള ആ ഒരു അവസ്ഥ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത് എന്താ? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള, ആകാശഭൂമികളെ സംവിധാനം ചെയ്ത ആ ഒരുത്തനിലേക്ക് എന്റെ ശരീരത്തെ ഞാനിതാ തിരിച്ചിരിക്കുന്നു. ഞാൻ ആരെ മുമ്പിലാ നിൽക്കുന്നത്? അള്ളാഹുവിന്റെ മുമ്പിലാ നിൽക്കുന്നത്. ഞാൻ റബ്ബിന്റെ മുമ്പിലാ നിൽക്കുന്നത്. എന്റെ ഹൃദയം, എന്റെ ശരീരം മുഴുവനും അള്ളാഹുവിന്റെ മുമ്പിലാണ്. പക്ഷേ അത് നമ്മൾ പറഞ്ഞ് നമ്മുടെ ഹൃദയം മറ്റൊന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അത് നമ്മൾ അള്ളാഹുവിനോട് പറയുന്ന കളവാണ് എന്ന് മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ വജ്ജഹ്തു ഓതുന്ന സമയത്തും തുടർന്നും ഒക്കെ നിസ്കാരത്തിന് സലാം വീട്ടുന്നത് വരെ നമ്മുടെ ശ്രദ്ധ ആ നിസ്കാരത്തിൽ തന്നെയായിരിക്കണം എന്നർത്ഥം. അപ്പൊ നമ്മൾ പറയുന്നത്, അള്ളാഹുവേ, എന്റെ ശരീരം ഞാൻ നിന്നിലേക്ക് ഞാൻ തിരിച്ചു. ആരിലേക്ക്? ആകാശഭൂമികളെ സംവിധാനം ചെയ്ത ഒരുത്തനിലേക്ക്. എങ്ങനെ ഞാൻ എന്റെ ശരീരത്തെ ഞാൻ അവനിലേക്ക് തിരിച്ചത്? എങ്ങനെ? ഈഫൻ മുസ്ലിമ, ഞാനൊരു യഥാർത്ഥ മുസ്ലിമായിട്ടാണ് റബ്ബെ നിൽക്കുന്നത്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ഒരിക്കലും മുശ്രിക്കീങ്ങളിൽ പെട്ടവനല്ല. നിനക്ക് നിന്റെ ദാത്തിലോ പ്രവൃത്തിയിലോ അതുപോലെ നിന്റെ സിഫത്തിലോ മറ്റൊരാളെ പങ്കു ചേർത്തുകൊണ്ട് നിന്നെ പോലെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളിൽ പെട്ടവനല്ല റബ്ബേ ഞാൻ. ഞാൻ യഥാർത്ഥ മുസ്ലിമീങ്ങളിൽ പെട്ടവനാ. എന്നിട്ട് നമ്മൾ പറയുന്നു ഇന്ന സ്വലാത്തി, അതുകൊണ്ട് ഇന്ന സ്വലാത്തി, തീർച്ചയായിട്ടും എന്റെ നിസ്കാരം, വനുസുക്കി, എന്റെ മറ്റുള്ള എല്ലാ ഇബാദത്തുകളും, വമഹിയായ, എന്റെ ജീവിതം, വമമാത്തി, എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു പോരുന്ന അഖിലാണ്ട ലോകത്തിന്റെ അധിപനായ റബ്ബിനിക്കാണ് എന്ന് നമ്മൾ പറയുകയാ. നമ്മുടെ ജീവിതം, നമ്മുടെ മരണം, നമ്മുടെ ഇബാദത്തുകൾ മുഴുവനും അള്ളാഹുവേ നിനക്കാണ്. എന്നിട്ട് പറയുന്നു ലാ ശരീക ലഹു, അവനിക്ക് യാതൊരു പങ്കുകാരുമില്ല. വബിദാലിക, ഈ യഥാർത്ഥ തൗഹീദ് കൊണ്ട് ഉമിർത്തു, എന്നോട് കൽപ്പിക്കപ്പെട്ടു. ഈ തൗഹീദ് കൊണ്ട് എന്നോട് കൽപ്പിക്കപ്പെട്ടു. ഇതാണ് എന്റെ വിശ്വാസം, അത് എന്നോട് കൽപ്പിക്കപ്പെട്ടതാ. വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് റബ്ബേ. പ്രാർത്ഥിക്കുമ്പോ ഏറ്റവും മിനിമമായ രൂപത്തിൽ ഈ ഒരർത്ഥം നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്നാൽ വജ്ജഹ്തു കഴിയുന്നത് വരെ നമ്മുടെ ഹൃദയം തെറ്റിപ്പോവില്ല. പിന്നീട് നമ്മൾ ഫാത്തിഹ ഓതുന്നു, സൂറത്ത് ഓതുന്നു, മറ്റു ദിക്റുകൾ നമ്മുടെ റുക്കൂയിലും സുജൂദിലും ഇഅ്തിദാലിലും അത്തഹിയ്യാത്തിലും ഒക്കെ പറയപ്പെടുന്ന ആ ദിക്റുകളുടെ അർത്ഥവും നമ്മളങ്ങ് പഠിച്ച് അതങ്ങ് ചിന്തിച്ചാൽ സലാം വീട്ടുന്നത് വരെ നമ്മുടെ ഹൃദയം മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനായിരിക്കുന്ന ഓരോ മനുഷ്യനും നമ്മൾ ശരീരത്തിന്റെ വ്യത്യാസത്തിനനുസരിച്ച് എല്ലാ പുരോഗതിയും നമ്മൾ ജീവിതത്തിൽ നേടുമ്പോൾ നിസ്കാരം മാത്രം ആ 3-ാം ക്ലാസ്സിലെ നിസ്കാരമായി നമ്മൾ മാറ്റാൻ പാടില്ല. ഇൻഷാ അള്ളാഹ് നിങ്ങൾ ഓരോരുത്തരും നിസ്കാരത്തിലുള്ള ഓരോ ദിക്റുകൾ അതിന്റെ അർത്ഥം അല്പാൽപമായി പഠിച്ചാൽ, ഏറി വന്നാൽ 2-3 ദിവസം നിങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവനും നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം സ്വീകരിക്കുന്ന രൂപത്തിലാക്കി തീർക്കാൻ നിങ്ങൾക്കും എനിക്കും സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ കുറിച്ച് പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഫിയ ഇൽമ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നാം ചെയ്യുന്ന ഇബാദത്തുകളെ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.